അതായത് ഭൂമി വിറ്റാ കിട്ടില്ല, അതിന് ലോൺ ഫസ്റ്റിന് കൊടുത്തേക്കാണ്. അതന്നെ അതിൽ ചിറാണ്ട് കമ്മീഷൻ മേടിച്ചിരിക്കണ് പല സ്ഥലത്തും. എന്റെ അറിവിൽ കേരളത്തിന്റെ തിരുവനന്തപുരം കൊല്ലപ്പുറം തൊട്ട് കണ്ണൂർ വരെ ഭൂമിക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. പാലക്കാട് എല്ലാ ജില്ലകളിലും കൊണ്ടേ കൊടുത്തേക്കാണ്. അത്രയ്ക്കും ഇതിന് അഴിമതി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെയിൻ നടക്കുന്ന അഴിമതി. ഇരിഞ്ഞാലക്കുടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിക്ഷേപിച്ചാണ് പണത്തിന് യാതൊരുവിധ ഉറപ്പില്ല. സത്യം പറഞ്ഞാൽ തന്നെ ഇപ്പൊ ഈ MP ജാക്സൺ ആയിട്ടുള്ള ഈ ബാങ്കിന്റെ വിഷയങ്ങളും അല്ലെങ്കിൽ MP ജാക്സൺ ആയിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഏറ്റവും നന്നായി അദ്ദേഹത്തിന്റെ ഈ ന്യൂനതകൾ, അദ്ദേഹത്തിന് വന്നേക്കുന്ന ഈ പാളിച്ചകളൊക്കെ വിളിച്ചു പറയുന്ന ഒരു ആള് മാർട്ടിൻ ആലങ്ങാടനാണെന്നാണ് പൊതുവെ സംസാര വിഷയം. ഇതൊരു വ്യക്തിവിരോധം തീർക്കലാണെന്നുള്ള ഒരു സംസാരമുണ്ട്. ഇയാൾ ഈ ഇത് വെച്ചിട്ട് ഇയാൾ പറഞ്ഞിരുന്നത് എല്ലാവരോടും പറയാ വ്യക്തിവൈരാഗ്യം തീർക്കണം. വ്യക്തിവൈരാഗ്യം തീർക്കാനായിട്ട് റിസർവ് ബാങ്ക് ഒക്കെ നമ്മൾ പറഞ്ഞ വ്യക്തിവൈരാഗ്യം തീർക്കോ? ഈ റിസർവ് ബാങ്ക് അവിടെ ഇരിക്കുന്ന ഒരു പൊട്ടന്മാരൊന്നല്ല. അവര് വെറുതെ ഒരാൾ പറയുമ്പോൾ വ്യക്തിവൈരാഗ്യം തീർക്കാതിരിക്കുന്നതാണ് റിസർവ് ബാങ്ക് ഒക്കെ. അത് പറയണം. ഞങ്ങളുടെ പള്ളി കമ്മിറ്റിയിൽ ഉണ്ടായ ഒരു വ്യക്തി എന്നോട് പേര് പറയുന്നു പറഞ്ഞു, പക്ഷെ അവന് അനുവാദം ഇല്ലാണ്ടായി പറയണട്ടാ. ഞാൻ നിങ്ങൾക്കൊരു പ്രൂഫിന് വേണ്ടിയിട്ടുണ്ട്. ജോജു അവര് ഇലക്ട്രീഷ്യൻ, എനിക്കറിയാലോ, ഒരു ഇലക്ട്രീഷ്യൻ ജീവിക്കണമെങ്കിൽ അവൻ നല്ല കഷ്ടപ്പാട് പണിയെടുത്ത് ജീവിക്കണവനാ. അവൻ എന്നോട് ഇന്ന് കാലത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇവന്റെ അപ്പന് ഓർമ്മ വരില്ല, അപ്പനെ അമ്മേനും കൊണ്ട് MP ജാക്സന്റെ അടുത്തേക്ക് ചെന്നു ചേംബറിൽ. അവൻ എന്നോട് പറഞ്ഞ ഭാഷ വളരെ ധാർഷ്ട്യത്തിലും പൊട്ട സംസാരമായിരുന്നു പറഞ്ഞു. ഞാൻ അതിന് ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞു. ജോജു പഴയ പള്ളി കമ്മിറ്റി, ഞാൻ കൂടെ കത്തീഡ്രൽ കമ്മിറ്റിയിൽ ഉണ്ടായവനാ, ആ ഇലക്ട്രീഷ്യൻ. അപ്പൊ ചിലനോരുടെ അടുത്ത് ഏതാണ്ട് ധാർഷ്ട്യത്തിൽ സംസാരിച്ച് പേടിപ്പിച്ച് വിടുന്നു. ഇത് പൈസ ഇട്ടിട്ട് ആവശ്യപ്പെടാൻ ചെല്ലുമ്പോൾ അനുഭവങ്ങൾ ഓർത്തോട് പറയണ. എല്ലാവർക്കും നല്ല നമസ്കാരം. ഇരിഞ്ഞാലക്കുട എന്ന പേര് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക, അത് തൃശ്ശൂർ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. വരദാനങ്ങളുടെ നാടാണ്. കാണാൻ ചേലുള്ള സുന്ദരിമാരുടെ നാടാണ്. അതിനേക്കാളുപരി മാന്യന്മാരുടെ നാടാണെന്ന് കൂടി ഒരു വെപ്പുണ്ട്. പക്ഷേ ഇരിഞ്ഞാലക്കുടയിൽ കരിവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ പണം നിക്ഷേപിച്ച ഒരു ബാങ്കിൽ തുടങ്ങിയ പൊട്ടിത്തെറി, പാവപ്പെട്ട നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് ക്രയവിക്രയങ്ങൾ നടത്തി ആ ബാങ്കിന്റെ സാമ്പത്തിക സുസ്ഥിരത മുഴുവൻ നശിപ്പിച്ച് ഇപ്പോൾ ചികിത്സയ്ക്കായി അതുപോലെ തന്നെ കല്യാണം നടത്താൻ ഇങ്ങനെയൊക്കെ ചെല്ലുന്ന പാവപ്പെട്ട ആളുകൾക്ക് കരിവന്നൂർ പുഴയിൽ ചാടി മരിക്കേണ്ട ഗതികേടിലേക്ക് ഉയർന്നപ്പോഴാണ് ഇരിഞ്ഞാലക്കുട ഒരു തട്ടിപ്പിന്റെ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനുശേഷം ജൂലൈ 30 ഇരിഞ്ഞാലക്കുടക്കാർ വീണ്ടും ഞെട്ടി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇടപെടലിലായിരുന്നത് ഇരിഞ്ഞാലക്കുടയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക കേന്ദ്രം, സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ കേന്ദ്രം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലൊന്ന്, കേരളത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊന്ന്, അതേ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക്. ആ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൽ റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടലിന്റെ വാർത്ത കേട്ടുകൊണ്ടാണ് ഇരിഞ്ഞാലക്കുടക്കാർ ജൂലൈ 30 ഉണരുന്നത്. പ്രിയപ്പെട്ടവരാർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. MP ജാക്സൺ എന്ന് പറയുന്ന ആധികായകൻ, കോൺഗ്രസ് പാർട്ടിയുടെ KPCC സെക്രട്ടറിയും ഇരിഞ്ഞാലക്കുടയിലെ കിരീടം വെക്കാത്ത രാജാവുമായ MP ജാക്സന്റെ ബാങ്കിലോ എന്നാണ് ആളുകൾ ചോദിച്ചത്. പക്ഷേ അത് സത്യസന്ധമായ കാര്യമായിരുന്നു. വലിയ തുകകൾ 6 മാസത്തേക്ക് പിൻവലിക്കാൻ സാധിക്കാതെ പാവപ്പെട്ട ആളുകൾ നിക്ഷേപിച്ച തുകയുടെ മുന്നിൽ നിന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. ചികിത്സയ്ക്കായി, കല്യാണം നടക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരുന്നു. എല്ലാം ഒരു ഉരുണ്ടുകളിയിലൂടെ അല്ലെങ്കിൽ ഈ വസ്തുതകളെ വളച്ചൊടിച്ച് സത്യങ്ങളെ നുണകളാക്കി മാറ്റുന്ന പ്രഖ്യാപനങ്ങളിലൂടെയും പത്രസമ്മേളനങ്ങളിലൂടെയും എല്ലാം തന്നെ MP ജാക്സൺ ഉരുണ്ട് കളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പാവപ്പെട്ട നിക്ഷേപകർക്ക് പണം ആവശ്യമാണ്. അവർ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ആ നിലവിളി ഉയർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മറ്റൊരു ഇടപെടൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത്. ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണസമിതിയെ റിസർവ് ബാങ്ക് ഒരു കൊല്ലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, അസാധുവാക്കിയിരിക്കുന്നു. MP ജാക്സൺ ഔട്ട്. MP ജാക്സൺ ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയിൽ നിന്നും ഔട്ട്. അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഔട്ട്. പുതിയ ഭരണസമിതി നിലവിൽ വന്നിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി നിലവിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഈ ബാങ്കിന് 19ഓളം ബ്രാഞ്ചുകളുണ്ട്. ചാലക്കുടിയിലുണ്ട്, നമ്മുടെ ചാലക്കുടിയിലുണ്ട് ഇതിന്റെ ബ്രാഞ്ച്. അതുപോലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ തന്നെ ഈ ബാങ്കിന് ബ്രാഞ്ചുകളുണ്ട്. റിസർവ് ബാങ്ക് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ഇങ്ങനെയാണ്: സൂപ്പർ സെഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്. ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണസമിതി അസാധുവാക്കൽ. In excess of the powers confirmed under section 36A, read with section 56 of the Banking Regulation Act 1949. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് സെക്ഷൻ 36A സെക്ഷൻ 56 അനുസരിച്ച് ആ അധികാരങ്ങൾ ഉപയോഗിച്ച് സഹകരണ ബാങ്കുകൾക്ക് സാധൂകരിക്കുന്ന The Reserve Bank has today suppressed the board of directors of Irinjalakuda Town Cooperative Bank Limited for a period of 12 months. ഒരു വർഷത്തേക്ക് ഈ ബാങ്ക് ഭരണസമിതിയെ അസാധുവാക്കിയിരിക്കുകയാണ്. Reserve Bank has appointed Sri Raju S. Nair, former Vice President Federal Bank, as administrator to manage the affairs of the bank of during this period. ഈ കാലയളവിൽ ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ശ്രീ രാജു എസ് നായർ, വൈസ് പ്രസിഡന്റ്, ഫെഡറൽ ബാങ്കിലെ മുൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജു എസ് നായരെ റിസർവ് ബാങ്ക് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്.
The Reserve Bank has also appointed a committee of advice to assist the administrator in discharging his duties. ഈ അഡ്മിനിസ്ട്രേറ്റർ സഹായിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി കൂടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. The members of the committee of advisors are ശ്രീ മോഹനൻ കെ, former deputy general manager, സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിട്ടുള്ള ശ്രീ മോഹനൻ കെ ആൻഡ് ശ്രീ ടി എ മുഹമ്മദ് സജീർ, ഫോർമർ വൈസ് പ്രസിഡന്റ് ഫെഡറൽ ബാങ്ക് എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. The above action is necessitated due to certain material concerns emanating from continued poor financial condition and governance standard observed in the bank. അതായത് ഈ ബാങ്കിന്റെ പരിതാപകരമായ ധനസ്ഥിതിയും ഭരണപരമായ വന്നിട്ടുള്ള വീഴ്ചയിലും ഉണ്ടാകുന്ന ആശങ്കകൾ കാരണമാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് ഇടവന്നത്. 2025-2026-2027 dated July 30, 2025 published by Reserve Bank on its website for information of the public. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പ്രസ് റിലീസ് 2025-2026 2025-2026-2027 പ്രസ് റിലീസിനെ ശ്രദ്ധ തിരിക്കുന്നു. Under subsection 1 of the section 35A of the Banking Regulation Act 1949, read with the section 56 of the Banking Regulation Act 1949. ഇപ്പോ ഈ സെക്ഷൻ 30A ഓഫ് ദി ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ച് സെക്ഷൻ 56 ഓഫ് ദി ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചുമുള്ള നിർദ്ദേശങ്ങൾ, ചില കാര്യങ്ങൾ ഈ ബാങ്കിന് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണസമിതിയെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഒരു കൊല്ലത്തേക്ക് പിരിച്ചുവിട്ടിരിക്കുന്നു. ഇത് നിസ്സാര സംഭവമല്ല. 30 വർഷമായിട്ട് ഈ ബാങ്കിന്റെ അധികാരം കൈയാളിക്കൊണ്ട് നടന്നിരുന്ന MP ജാക്സൺ എന്ന് പറയുന്ന ഈ ബാങ്കിന്റെ പ്രസിഡന്റ്, കോൺഗ്രസിന്റെ KPC സെക്രട്ടറിയുടെ ആയിട്ടുള്ള ഈ MP ജാക്സൺ എന്ന വ്യക്തിയുടെ പരിപൂർണ ഉത്തരവാദിത്തമാണ് ഈ ബാങ്കിന്റെ ഇത്രയും വലിയ വീഴ്ചയ്ക്ക് കാരണം. ഈ MP ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയുള്ള ഈ ഭരണസമിതിയുമാണെന്ന് പരിപൂർണമായി മനസ്സിലാക്കിക്കൊണ്ടാണ് റിസർവ് ബാങ്ക് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ ബാങ്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു കടക്കണിയിലേക്ക് വീണത്? നിസാര തുകകൾ മാത്രം ലോൺ കിട്ടാവുന്ന സ്ഥലങ്ങൾക്ക് ഇവരുടെ ശിങ്കടികൾക്ക് ലക്ഷങ്ങളും കോടികളും അനുവദിച്ചു കൊടുത്ത് ബാങ്കിന് ഈ സ്ഥലം പോലും കിട്ടിയാൽ, ഈ ലോൺ വെച്ചിട്ടുള്ള സ്ഥലം കിട്ടിയാൽ പോലും, അത് കൊടുത്താൽ പോലും കിട്ടുന്നതിനേക്കാൾ അപ്പുറമുള്ള തുകകൾ ലോണായി കൊടുത്തുകൊണ്ട് ഇപ്പോൾ കിട്ടാക്കടമായി മാറിയിരിക്കുന്ന കോടികൾ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്? അവരെയൊക്കെ തന്നെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. ആർക്കൊക്കെ വേണ്ടിയാണ് ഈ ഇത്തരം ക്രമക്കേടുകൾ ചെയ്തിട്ടുള്ളത് വ്യക്തമായ ഒരു അന്വേഷണത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഇത്രയും വലിയൊരു ബാങ്ക്, ഈ ബാങ്കിലേക്ക് എന്തിനാണ് 5 സ്യൂട്ട് റൂമുകൾ ഈ ബാങ്കിലുള്ളത്? 5 സ്യൂട്ട് റൂമുകൾ എന്തിനാണ്? ഹെൽത്ത് ക്ലബ്ബ്, ഈ 19 ബ്രാഞ്ചുകൾ, ആ 19 ബ്രാഞ്ചുകളിലും എന്താണ് സ്ഥിതി? അതിൽ പലതും നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നില്ല. ഇവരിൽ ചിലർക്ക്, ഈ MP ജാക്സണും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രം ജോലി കൊടുക്കാൻ മാത്രമുള്ള ചില സ്ഥാപനങ്ങളാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നു. അതിന്റെ പരിണിത ഫലം ഈ സാധാരണക്കാരായ ആളുകൾ, ഇരിഞ്ഞാലക്കുടയിലെ സാധാരണക്കാരായ ആളുകൾ നിക്ഷേപിച്ചിട്ടുള്ള തുക, ആ നിക്ഷേപ തുക എടുക്കാൻ പറ്റാതെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കഴിയുന്ന പാവപ്പെട്ടവരോട് മിസ്റ്റർ MP ജാക്സൺ, നിങ്ങൾ എവിടെ നിന്ന് എടുത്ത് ഉത്തരം പറയും? നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ പോയിരിക്കാം. MP ജാക്സൺ ഔട്ട്. ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയുടെ അമരത്ത് നിന്നും നിങ്ങൾ പുറത്തായിരിക്കുന്നു. നിങ്ങളുടെ ഭരണസമിതിയും പുറത്തായിരിക്കുന്നു. ഇത്തരം വിഷയങ്ങൾ സമൂഹ മധ്യത്തിൽ കൃത്യമായി കൊണ്ടുവന്ന് അനീതിക്കും ക്രമക്കേടുകൾക്കുമെതിരെ ഇരിഞ്ഞാലക്കുടയിൽ ശബ്ദമുയർത്തുന്ന ജനകീയനായ കൗൺസിലർ ശ്രീ മാർട്ടിൻ ആലങ്ങാടൻ, അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ആരും സമരത്തിനില്ലാതെ വരുന്ന സാഹചര്യങ്ങളിലും ഇത്തരത്തിൽ പല കാര്യങ്ങളിലും, അത് പള്ളിയായിക്കോട്ടെ, ക്ഷേത്രമായിക്കോട്ടെ, മറ്റേതെങ്കിലും ആയിക്കോട്ടെ, കൃത്യമായി തന്നെ സത്യത്തിന് വേണ്ടി നിലകൊണ്ട് ശബ്ദമുയർത്തുന്ന ശ്രീ മാർട്ടിൻ ആലങ്ങാടൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയഫൈസുമായി വീഡിയോ കോളിൽ സംസാരിച്ച ഭാഗം കൂടി നമുക്ക് കേൾക്കാം. ഇത് തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലമായിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് പല നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. താൽക്കാലിക ജോലിക്കാരെ പിരിച്ചുവിടണം, ബാങ്കിന്റെ ബ്രാഞ്ച് കുറയ്ക്കണം, 5 ബ്രാഞ്ച് കുറയ്ക്കാനാണ് പറഞ്ഞിരുന്നത്. ഇത് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതൊന്നും ഇവരിത് ചെയ്തിട്ടില്ല. MP ജാക്സൺ ഇരിക്കുന്ന ബാങ്ക് ഈ ആള് ചെയർമാൻ ആയിരിക്കുമ്പോൾ ഒന്നും ചെയ്തില്ല. ഇപ്പൊ പല ഡയറക്ടർമാർക്ക് മാറി പിങ്ങൂര് മാത്രമേ പല ഡയറക്ടറിലുള്ളൂ ചെയർമാനായിട്ട്. ബാക്കി എല്ലാവരും പുതിയ ഡയറക്ടേഴ്സ് ആണ്. റിസർവ് ബാങ്ക് ഇവർക്ക് 6 മാസം സമയം കൊടുത്തിട്ടുണ്ടായി. അതിലും ഇവർ MP കിട്ടാക്കടൊന്നും പിരിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഇവര് വീണ്ടും ഇന്ന് വന്നിട്ട് സഡൻ ആക്ഷൻ ആയിട്ട് ഇന്ന് കയറി എടുക്കുന്നത്, ഇവരെ പിരിച്ചുവിടുന്നത്. ഈ ബാങ്ക് ഭരണസമിതി ഇപ്പൊ ബാങ്കിന് വരുത്തിയിട്ടുള്ള ഈ പ്രശ്നങ്ങളിൽ കാരണക്കാരൻ റിസർവ് ബാങ്ക് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും മീറ്റിംഗിൽ അവതരിപ്പിച്ചിട്ടുണ്ട്? ഇയാള് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ അത് അവതരിപ്പിച്ചില്ല. അതിൽ ഏറ്റവും വിഷയിക്കുന്നത് ഇയാള് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ റിസർവ് ബാങ്കിന് ഇത് ചെയ്തെന്ന് അവതരിപ്പിച്ചു. റിസർവ് ബാങ്ക് കുഴപ്പമുണ്ടാക്കണോണ്ടാണ് അത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കണ്. റിസർവ് ബാങ്ക് വെറുതെ തെറ്റിദ്ധരിക്കും. പോലീസ് വെറുതെ വന്ന ഒരാൾ പിടിച്ചുകൊണ്ട് പോകും, എന്തെങ്കിലും കുറ്റം കാണണ്ടേ പിടിക്കുമ്പോ? അതേപോലത്തെ കേസിന് ഇയാൾ വെറുതെ ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി റിസർവ് ബാങ്കിന്റെ പേര് പറഞ്ഞ് ഇയാൾ കൈയൊഴിഞ്ഞു. ഈ കിട്ടാക്കടം എന്ന് കൗൺസിലർ പറഞ്ഞല്ലോ, കിട്ടാക്കടം. ഇത് കിട്ടാക്കടം എത്ര കോടി രൂപ കിട്ടാക്കടം? ഇത് എങ്ങനെയാണ് കിട്ടാക്കടം വന്നത്? എങ്ങനെ കിട്ടാക്കടം വന്നുകൊണ്ട് ഇവര് പുതുക്കി കൊടുത്ത് വലിയ സംഖ്യകളയക്കണ്. അത് ശരി.
ഈ കുറഞ്ഞ തുകയ്ക്ക് കൊടുക്കാവുന്ന സ്ഥലത്തിനൊക്കെ ലോൺ അത് മാത്രല്ല വലിയ സംഖ്യകൾ കിട്ടാകടത്തേക്കാൾ ഉപരി അയക്കണ വിഷയത്തില് കറക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു സ്ഥലം കാണാൻ പോയിരുന്നു. ഒരു വ്യക്തിയുടെ സ്ഥലം താണിശ്ശേരിയിൽ കൊടുക്കണം തന്നെ വേറെ വ്യക്തി കൊണ്ടുപോയി. ഇന്ന് പോയി കണ്ട സ്ഥലമാണ് മോളിക്കോടെ ടവർ ലൈൻ പോയിക്കാ, വലിയൊരു ടവർ ലൈൻ. അതിന്റെ അടിയിലാണ് 2 ഏക്കർ ഭൂമി കിടക്കണേ. അതിലൊന്നും പണിയാൻ പോലും പറ്റില്ല. വല്ല പാർക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സൈഡിൽ ചെറിയ വീടുകൾ പണിയാനാണ്. അതിനൊക്കെ 2-2.5 കോടി കൊടുത്ത് വലിയ കമ്മീഷൻ മേടിച്ചിരിക്കണ്. അവര് പുറത്തേക്ക് പറയുന്നില്ല, അവർക്ക് പേടിച്ചിട്ടോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് വെച്ചിട്ട് ആദ്യം പറഞ്ഞു 5% 10% കൊടുത്തു പറഞ്ഞവർ തന്നെ പിന്നെ പേടിച്ച് മുന്നാണ്ടിരിക്കണ്. ഇതില് ഇയാൾക്ക് MP ജാക്സന്റെ തന്നെ കുറെ ശിഷ്യന്മാരെന്ന് പറയില്ലേ, അപ്പൊ അതില് 1-2 പേരുണ്ട് ആ ബാങ്കില്. ഇവരൊക്കെ വലിയ കളികൾ കളിച്ചിരിക്കണ്. ഇപ്പൊ ഞാൻ അറിഞ്ഞൊരു കാര്യം, ഇന്ന് ഒരു ആള് പറഞ്ഞത് ഇപ്പൊ ഒരു ശിങ്കടി അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി 28 കോടി അസറ്റ് കാണിച്ചതൊക്കെ കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലത് കേട്ടത്. ഇതിനി വേറെ എന്റെ അറിവ് അനുസരിച്ച് റിസർവ് ബാങ്ക് ഏറ്റെടുത്ത് അതൊന്നും റിസർവ് ബാങ്ക് അതിന് കർശനാക്കാനുള്ള കാരണം ഇവിടെ പകുതി സമയത്ത് ബാങ്കിൽ ജീവനക്കാരുണ്ടാവില്ല. ഇത്തിരി നല്ല കുറച്ച് പിള്ളേരുകളുണ്ട് ജോലി, അതും ശരിക്കും നല്ല ആത്മാർത്ഥയിൽ പണിയെടുത്തിരുന്ന പിള്ളേര് താൽക്കാലിക ജീവനക്കാരാണ്. ഈ താൽക്കാലിക ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ടു, പിരിച്ചുവിടേണ്ടി വന്നു. 32 പേരുണ്ടെന്ന അറിവനുസരിച്ച്. ഇതില് ഇപ്പൊ ശരിക്കും ഇവിടെ കോൺഗ്രസിന് ഓരോ ജാഥകൾ വരുമ്പോൾ ബാങ്കിൽ നിന്ന് പോവാ. ഇനിയിപ്പോ അതൊന്നും നടക്കില്ല റിസർവ് ബാങ്ക് എടുത്ത് നൽകി. മറ്റേ ബാങ്കിൽ സ്റ്റാഫുകൾ ഉണ്ടാവില്ല. ബാങ്കിൽ സ്റ്റാഫ് താൽക്കാലിക ജീവനക്കാരൻ ശരിക്കും അവിടെ ആത്മാർത്ഥത്തിൽ പണിയെടുത്തു. ഞാൻ എടുത്ത് കറക്റ്റ് അതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണം. അപ്പൊ ഇത് ഈ ചികിത്സാ സഹായത്തിനൊക്കെ ചികിത്സക്കൊക്കെ വേണ്ടി പണം വന്ന ആൾക്കാരൊക്കെ പെടുങ്ങി നിക്ഷേപിച്ചത്. ഞാൻ അറിഞ്ഞത് അതില് പൈസ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇവര് കല്യാണത്തിന് തന്നെ ഞാൻ അറിഞ്ഞത് കൊടുക്കണത് കല്യാണത്തിന്റെ ഇത് കൊണ്ടുവന്നിട്ട് 1 ലക്ഷം. ഇപ്പൊ എന്റെ ഞാൻ ആൾക്ക് കല്യാണത്തിന് കൊടുത്തത് 2 ലക്ഷം കൊടുത്തിട്ടുള്ളൂ. അവർ 5 ലക്ഷം വെച്ചത്. അപ്പൊ പല സ്ഥലത്തും അങ്ങനെ നടക്കണം. 1 ലക്ഷം 2 ലക്ഷം അതിന്റെ ഫുള്ളൊന്നും കൊടുക്കണില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇരിഞ്ഞാലക്കുടയിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ കക്ഷികളൊക്കെ സമരത്തിനോ മറ്റു കാര്യത്തിനോ എന്തെങ്കിലും സാധ്യതകളോ മറ്റു കാര്യങ്ങളോ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇതില് ഞാൻ അറിഞ്ഞിടത്തോളം ഫസ്റ്റ് നടന്ന ഒരു സംഭവം ഉണ്ടായപ്പോ ജൂലൈ 30 തോന്നുന്നു എന്റെ അറിവ്. അന്ന് ഫസ്റ്റ് സംഭവം ഉണ്ടായപ്പോ ഇതിന് ആദ്യം അവിടെ ഫസ്റ്റ് ജാഥകൾ നടത്തിയത് BJP-യും LDF-ഉം CPM CPM ഒക്കെ ജാഥ നടത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ജാഥ നടത്തി. പക്ഷെ ജാഥയ്ക്കൊന്നും അങ്ങോട്ട് ജാഥകൾ നടത്തിയെങ്കിലും പിന്നീട് അവിടെ ഒരു വിഷയം ഉണ്ടായി. ഒരു വിഷയം വന്നപ്പോ പിന്നെ ജാഥകൾക്കൊക്കെ ഒരു കട്ടി കുറയാന്ന് പറയില്ല നമ്മള്. അതിനവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. പിന്നെ തിരുവോണത്തിന്റെ അന്ന് BJP അവിടെ പട്ടിണി നടത്തുന്നുണ്ടായിരുന്നു, പട്ടിണി സമരം നടത്തി. ഇതിന്റെ ഒരു മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ 19 ബ്രാഞ്ച് ആയിരുന്നു. അത് 5 ബ്രാഞ്ച് കുറയ്ക്കാനാണ് ആദ്യം പറഞ്ഞത് റിസർവ് ബാങ്ക്. അപ്പൊ ഞാൻ അറിഞ്ഞതനുസരിച്ച് അതിൽ 9 ബ്രാഞ്ച് കട്ട് ചെയ്ത് 10 ബ്രാഞ്ച് ആക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഈ 9 ബ്രാഞ്ചിലെ ജോലിക്കാരെ ഞാൻ എവിടെ കൊണ്ട് വെക്കും? അതൊക്കെ അതിൽ വലിയ വിഷയങ്ങളാണ് വരുന്നതില്. 9 ബ്രാഞ്ചും കൂടി കട്ട് ചെയ്യാൻ പോണ്. ജോലിക്കാര് വിഷയം ഈ ബ്രാഞ്ച് കുറയ്ക്കാനായിട്ട് എന്തിനാണ് റിസർവ് ബാങ്ക് പറഞ്ഞത്? ചെലവ് അവിടെ അതിനുള്ള ബിസിനസ്സും ഇല്ല, വെറുതെ ഈ ആൾക്കാരെ ജോലി കൊടുക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജോലി എങ്ങനെ മേടിച്ച് കൊടുത്തേക്കണെന്ന് ആൾക്കാർക്ക് അറിയില്ല. ജോലിയിൽ കൊടുത്തേക്കണ വല്ല അഴിമതി ഉണ്ടോ ഇതൊക്കെ ഞാൻ അന്വേഷിക്കണം. അല്ലാണ്ട് വെറുതെ കുറെ ബ്രാഞ്ചുകൾ തുടങ്ങി കൂട്ടിക്ക. എനിക്കിതില് നല്ലൊരു അന്വേഷണം വന്നാലാണ് കറക്റ്റ് കാര്യങ്ങള് കിട്ടുക. അപ്പൊ ഇത് കറക്റ്റ് കരുവന്നൂർ ബാങ്കിനെ വെട്ടിക്കുന്ന വിഷയമായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ സാധിക്കില്ല. ഇരിഞ്ഞാലക്കുടക്കാർ പകലുണ്ണാമന്മാരല്ല. പണ്ട് ഏതോ ഒരു ഇരിഞ്ഞാലക്കുടക്കാരൻ അദ്ദേഹത്തിന് റേഷൻ കടകളുടെ ഡീലർഷിപ്പ് ഉള്ളപ്പോൾ റേഷൻ കടയിലൂടെ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ഈ അരിയും സാധനങ്ങളുമെല്ലാം സൂപ്പർ മാർക്കറ്റിലൂടെ കൊടുത്ത് നേട്ടമുണ്ടാക്കി പാവപ്പെട്ടവരുടെ വയറ്റത്തടിച്ചവൻ ആരാണെന്ന് ഇരിഞ്ഞാലക്കുടക്കാർ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. 30 വർഷം കൊണ്ട് എന്തെല്ലാം നേടിയാലും ഒരിക്കൽ തകരപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരെയും എക്കാലത്തും പറ്റിക്കാൻ സാധിക്കില്ല. കരുവന്നൂര് മാത്രമായി നിലകൊള്ളട്ടെ. ഇനിയും കരുവന്നൂരുകൾ കേരളത്തിൽ എവിടെയും സൃഷ്ടിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. പണ്ട് ഏതോ ഒരു അപ്പാപ്പൻ ഈ മരണക്കിണറിന്റെ പണിയുമായി ഉത്സവപ്പറമ്പിലും പള്ളിപ്പറമ്പിലും മരണക്കിണർ കുത്തി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് തിരിയേണ്ടവർക്ക് തിരിയാം എന്ന് മാത്രം പറയുന്നു. ഒറ്റക്കാര്യം കൂടി പറഞ്ഞ് അവസാനിക്കുന്നു. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. MP ജാക്സൺ ഔട്ട്. ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിയുടെ അമരത്ത് നിന്നും MP ജാക്സൺ എന്ന് പറയുന്ന ആധികാരികൻ പുറത്തായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭരണസമിതിയും പുറത്തായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് ഈ ഇരിഞ്ഞാലക്കുടയിലെ പലചരക്ക് കടയിലും ഗ്ലാസ് കടയിലും കഴുകാൻ നിന്ന ആളുകൾക്ക് പോലും അവരുടെ ബാങ്ക് ബാലൻസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കോടികളാണ്. 28 കോടി രൂപ വരെ ആസ്തിയുള്ളവന്മാർ ഇരിഞ്ഞാലക്കുടയിൽ വന്നിരിക്കുന്നു. അധ്വാനിച്ചുണ്ടാക്കിയവനാണെങ്കിൽ സല്യൂട്ട് ചെയ്യാം. പക്ഷേ ഈ കണക്കുകളെല്ലാം പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കുത്തിയിരുന്ന് പല്ലിളിച്ച് കാട്ടിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇരിഞ്ഞാലക്കുടക്കാരങ്ങനെ പകലുണ്ണാമന്മാരാക്കാൻ കഴിയില്ല. ഇരിഞ്ഞാലക്കുടയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഓർക്കേണ്ടവർ ഓർക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ തട്ടിപ്പുകളും പുറത്തു വരട്ടെ. നന്ദി, നമസ്കാരം.